المدرسة الربانية كونوا ربانيين. عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത മർത്തബകൾ, ഘട്ടങ്ങളെ സംബന്ധിച്ചും വ്യത്യസ്ത ഇനങ്ങളെ സംബന്ധിച്ചുമാണ് വിശദീകരിച്ചു വന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ, ഒടുവിൽ, സ്നേഹത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഇനവും വളരെ പ്രത്യേകത നിറഞ്ഞതുമായ ഒന്നിനെക്കുറിച്ചാണ് പറയുന്നത്. അത് സുമ്മ അൽ ഹുല്ലത്ത് എന്നതാണ്. വഹിയ, ഈ ഹുല്ലത്ത് എന്നത് തതദമ്മനു കമാലൽ മഹബ്ബത്തി വനിഹായതഹ, സ്നേഹത്തിൻ്റെ സമ്പൂർണതയെ അത് ഉൾക്കൊള്ളിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ അങ്ങേയറ്റത്തെ എത്തിക്കുന്നതാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ അതിനപ്പുറത്തൊന്നില്ല. സ്നേഹത്തിൻ്റെ അങ്ങേയറ്റമാണ് ഈ ഹുല്ലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പൂർണ്ണതയുമാണ്. ബിഹൈസു ലാ യബ്ഖാ ഫിൽ ഖൽബി സഅതുൻ ലിഗൈരി മഹബൂബി, അതായത് ഹൃദയത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആരാണോ അവൻ്റെ മഹബൂബ്, ആ മഹബൂബിന് അല്ലാതെ വേറൊരു സഅത്ത്, ഒരു വിശാലത ഹുല്ലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തൻ്റെ മഹബൂബിനല്ലാതെ മറ്റാർക്കും ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരലാണ്. വഹിയ മൻസിബുൻ ലാ യഖ്ബലുൽ മുശാറകത ബിവജ്ഹിമ്മ, അത് ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിൻ്റെ പ്രത്യേകത, അതിൽ ഒരു രീതിയിലും പങ്കാളിത്തം അത് സ്വീകരിക്കുകയില്ല. ആരോടാണോ ഈ ഹുല്ലത്തുള്ളത് അതൊരൊറ്റ ആളോടായിരിക്കും ആ ഹുല്ലത്ത് ഉണ്ടാവുക, അതിൽ പങ്കാളികൾ ഉണ്ടാവുകയില്ല. വഹാദൽ മൻസിബു ഖാസുൻ ലിൽ ഖലീലൈൻ, ഈ സ്ഥാനം
ഖലീലൈനിന് പ്രത്യേകമായതാണ്. സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിമ, അള്ളാഹുവിൻ്റെ സ്വലവാത്തും സലാമുകളും അവരുടെ മേലുണ്ടാകട്ടെ. അതായത് ഇബ്രാഹീമ വ മുഹമ്മദിൻ, ഇബ്രാഹിം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബി അജ്മഈൻ, ഇവരുടെ മേൽ പ്രത്യേകമായ ഇവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനമാണ് ഈ ഹുല്ലത്ത് എന്നത്. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ കാണാം. ഇന്നല്ലാഹ തഖദനി ഖലീലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്നെ ഖലീലായി തെരഞ്ഞെടുത്തു. കമത്തഖദ ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എങ്ങനെയാണോ ഖലീലായി തെരഞ്ഞെടുത്തത് അതേപോലെ. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹു നൽകിയിരിക്കുന്ന പ്രത്യേകമായ ഒരു മൻസിബാണിത്, സ്ഥാനമാണ് ഈ ഹുല്ലത്ത് എന്നുള്ളത്. വഫി സ്വഹീഹി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ കുന്തു മുത്തഖിദൻ മിൻ അഹ്ലിൽ അർദി ഖലീല, ഭൂനിവാസികളിൽ നിന്ന് ഞാനൊരു ഖലീലിനെ തെരഞ്ഞെടുക്കുകയായിരുന്നുവെങ്കിൽ, സ്വീകരിക്കുന്നവനായിരുന്നുവെങ്കിൽ, ലത്തഖൽതു അബൂബക്കറിൻ ഖലീല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീലായി ഞാൻ സ്വീകരിക്കുമായിരുന്നു. വലാകിന്ന സ്വാഹിബക്കും ഖലീലുല്ലാ, എന്നാൽ നിങ്ങളുടെ സ്വാഹിബ്, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ഖലീലാണ്. എന്നിരിക്കെ എന്തില്ല, ഇനി ഒരു ഭൂനിവാസികളിൽപ്പെട്ട ഒരു ഖലീലിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് സാധ്യമല്ല. അത് എന്തല്ല ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിച്ച ഹദീസാണ്. വഫി ഹദീസിൻ ആഖർ, ഇന്നി അബ്റഉ ഇലാ കുല്ലി ഖലീലിൻ മിൻ ഖുല്ലതിഹി, അള്ളാഹുവിനോടുള്ള ഖുല്ലത്തിനാൽ ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റുള്ള എല്ലാ ഖലീലുകളിൽ നിന്നും ഞാൻ ഒഴിവാകുന്നു. അതായത് വേറെ ഒരാളെ ഖലീലായി സ്വീകരിക്കുക എന്നുള്ളതിൽ നിന്ന് ഞാൻ എന്താണ്, എനിക്ക് തടസ്സമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ഖുല്ലത്തിൻ്റെ പ്രത്യേകത വിവരിക്കാൻ, അതിൻ്റെ സവിശേഷത എന്താണെന്ന് പറയാൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ശേഷം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഒരു ചരിത്രമാണ്. വലമ്മ സഅല ഇബ്രാഹിമുൽ വലദ, ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഒരു സന്തതിയെ ചോദിച്ചു. വാർദ്ധക്യത്തിലെത്തി, എന്നിട്ടും എന്ത് ചെയ്തില്ല, കുട്ടികളുണ്ടായില്ല. ഇങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു സന്താനത്തെ ചോദിച്ചു. ഫഅഅതിയ, അള്ളാഹു എന്ത് ചെയ്തു, നൽകി. ഇസ്മായിൽ അലൈഹിസ്സലാമിന് നൽകി. വതഅല്ലഖ ഹുബ്ബുഹു ബിഖൽബി, ഈ മകനോടുള്ളതായ സ്നേഹം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഹൃദയവുമായിട്ട് എന്ത് ചെയ്തു, ബന്ധപ്പെട്ടു, നല്ല കണക്റ്റായി. ഫഅഖദ മിൻഹു ശുഅബ, അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഒരു ശുഅബത്ത്, ഒരു ഭാഗം എന്ത് ചെയ്തു, ഈ സ്നേഹം കവർന്നെടുത്തു. അപ്പോൾ ഖലീലാണെങ്കിൽ അതിലെന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഈ പറയുന്ന രീതിയിൽ ഒന്നേ പറ്റുള്ളൂ, വേറൊരു സ്ഥാനം ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ സന്താനത്തോടുള്ളതായ സ്നേഹം അതിൻ്റെ ഒരു ശുഅബത്ത്, ഒരു ഭാഗം എന്ത് ചെയ്തു, കവർന്നെടുത്തു. ഈ സമയത്ത് ഗാറൽ ഹബീബു അലാ ഖലീലി, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഹബീബ്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഖലീലിനോട് എന്ത് ചെയ്തു, ഗൈറത്ത്, രോഷമുണ്ടായി. അൻ യകൂന ഫീ ഖൽബിഹി മൗദിഉൻ ലിഗൈരി, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, വേറൊരാൾക്ക് ഒരു സ്ഥാനം ഉണ്ടായി എന്നുള്ളതാണ് കാരണം. ഫഅമറഹു ബിദബ്ഹി, അങ്ങനെ ഈ സന്താനത്തെ അറുത്ത് കളയാൻ എന്ത് ചെയ്തു, അള്ളാഹു കൽപ്പിച്ചു. വകാനൽ അംറു ഫിൽ മനാമി, ഈ കൽപ്പന ലഭിച്ചത് നേരിട്ട് വഹയായിട്ടല്ല, പിന്നെ എങ്ങനെയാണ്, ഉറക്കത്തിൽ ഒരു സ്വപ്നമായിട്ടാണ് ഈ കൽപ്പന ലഭിച്ചത്. ലിയകൂന തൻഫീദുൽ മഅ്മൂരി ബിഹി അഅ്ദമ ഇബ്തിലാഅൻ വംതിഹാന, എന്തിനാണ് അങ്ങനെ ആയത്, കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാര്യം അത് വളരെ ഗൗരവം നിറഞ്ഞിരിക്കുന്ന ഒരു ഇബ്തിലാ, ഒരു പരീക്ഷണമാകുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായും അമ്പിയാക്കന്മാർക്ക് ലഭിക്കുന്ന സ്വപ്നം എന്താണ്, അത് ഹക്കായതാണ്. അപ്പോൾ സ്വപ്നത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഈ പറയുന്ന രീതിയിൽ കൽപ്പന നൽകി. വലം യകുനിൽ മഖ്സൂദു ദബ്ഹൽ വലദ്, ഇവിടെ ഇത് മുഖേന ഉദ്ദേശിക്കപ്പെടുന്നത് ഈ സന്താനത്തെ എന്ത് ചെയ്യലല്ല, അറുക്കുക എന്നുള്ളതല്ല.
വലാകിന്നൽ മഖ്സൂദ ദബ്ഹുഹു മിൻ ഖൽബി, ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ സന്താനത്തെ അറുത്തു മാറ്റണം. അത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. സന്താനത്തിൻ്റെ ജീവൻ കളയുക എന്നുള്ളതല്ല, പക്ഷെ ഹൃദയത്തിൽ കയറി പറ്റിയിരിക്കുന്ന ഈ ബന്ധം അതെന്ത് ചെയ്യണം? അറുത്തു മുറിക്കണം എന്നുള്ളതാണ്. ലിയഖ്ലുസൽ ഖൽബു ലിർറബ്ബി, ഹൃദയം തൻ്റെ റബ്ബിന് ഖാലിസായി തീരാൻ, നിഷ്കളങ്കമായി അള്ളാഹുവിന് മാത്രം എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ഫലമ്മ ബാദറൽ ഖലീലു ഇലൽ ഇംതിസാൽ, ഈ കൽപ്പനയെ അനുസരിക്കുന്നതിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം ധൃതിയായി, അതിനനുസരിക്കാൻ ആര് തയ്യാറായി? ഇബ്രാഹിം അലൈഹിസ്സലാം സന്നദ്ധനായി. വഖദ്ദമ മഹബ്ബത്തല്ലാഹി അലാ മഹബ്ബത്തി വലദി, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിനെ ഇബ്രാഹിം അലൈഹിസ്സലാം മുൻഗണന കൊടുത്തു. തൻ്റെ സന്താനത്തോടുള്ള മഹബ്ബത്തിനേക്കാൾ, തൻ്റെ സന്താനത്തിന് ഹൃദയത്തിൽ എത്ര സ്ഥാനമുണ്ടോ അതിനേക്കാൾ സ്ഥാനം ആർക്ക് കൊടുത്തു? അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് കൊടുക്കാൻ സാധിച്ചു. ഹസ്വലൽ മഖ്സൂദ്, അപ്പം എന്ത് ചെയ്തു? ഈ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം സാധൂകരിച്ചു, ലക്ഷ്യം വീടി. അതായിരുന്നു അള്ളാഹുവിൻ്റെ ലക്ഷ്യം. ഫറുഫി അദ്ദബ്ഹു, അപ്പോൾ ഈ മകനെ അറുക്കുക എന്നുള്ളതായ ഹുക്കുമ്, ആ വിധി എന്ത് ചെയ്തു? ഉയർത്തപ്പെട്ടു, നസ്ഖ് ചെയ്തു, ദുർബലമാക്കി. വഫുദിയ ബിദബ്ഹിൻ അദീം, എന്നിട്ട് എന്ത് ചെയ്തു? ബലികർമ്മം എന്നുള്ളതായ ഒരു നിയമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരമായിട്ട് എന്ത് ചെയ്തു? നൽകി. ഇവിടെ ഇതാണ് എന്ത്? ഖുല്ലത്തിൻ്റെ സവിശേഷതയാണ് ഈ പറയുന്നത്. അവിടെ എന്തില്ല? വേറൊരു സ്ഥാനം തൻ്റെ മഹബൂബിന് അല്ലാതെ, സ്നേഹിതനല്ലാതെ വേറൊരു സ്ഥാനം ഉണ്ടാകാതിരിക്കുക. അത്രത്തോളം ഉന്നതമായ ഒരു സ്ഥാനമാണ് ഖുല്ലത്ത് എന്ന് പറയുന്നത്. ഇതാകട്ടെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഖുല്ലത്ത് ആർക്ക് മാത്രമേ ഉള്ളൂ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇബ്രാഹിം അലൈഹിസ്സലാമിനുമേ ഉള്ളൂ. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫഇന്നർ റബ്ബ തആല മാ അമറ ബിശൈഇൻ സുമ്മ അബ്തലഹു റഅസ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചാൽ അത് കൽപ്പിച്ചതിന് ശേഷം പിന്നീട് പൂർണ്ണമായി അതിനെന്ത് ചെയ്യൂല? ആ കൽപ്പനയെ ബാത്തുലാക്കി കളയുന്നത് അള്ളാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ടതല്ല. ഏതെങ്കിലും ഒരു കൽപ്പന നൽകി എന്നിട്ട് ആ നിയമത്തെ സമ്പൂർണമായി ഇല്ലാതെയാക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ രീതിയല്ല. പിന്നെയോ ബല്ലാ ബുദ്ദ അൻ യുബ്ഖിയ ബഅദഹു, അതിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഭാഗത്തെ അള്ളാഹു അവശേഷിപ്പിക്കും. ഔ ബദലഹു, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് എന്ത് ചെയ്യും? വേറൊരു നിയമം തരൂ. ഇതാണ് കമാ അബ്ഖാ ശരീഅത്തൽ ഫിദ, ഇവിടെ എന്ത് ചെയ്തതുപോലെ ഈ മകനെ അറുക്കുക എന്നുള്ള കൽപ്പന ഉയർത്തി എന്നിട്ട് എന്ത് ചെയ്തു? ബലികർമ്മം എന്നുള്ളതായ മഹത്തായ ഒരു നിയമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരമായി നൽകിയതുപോലെ, അതേപോലെ വകമാ അബ്ഖാ ഇസ്തിഹ്ബാബ സ്വദഖതി ബൈന യദയിൽ മുനാജാത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പ്രത്യേകം മുനാജാത്ത്, അഭിമുഖ സംഭാഷണം നടത്താൻ എന്ത് ചെയ്തിട്ടുണ്ടായി? ആദ്യം പരിശുദ്ധ ഖുർആനിൽ ഒരു വിധി ഇറക്കി. എന്താണ്? എന്തെങ്കിലും സ്വതക്കയായി ആദ്യം സമർപ്പിക്കണം എന്നുള്ള ഒരു വിധി ഇറക്കി. അതിനുശേഷം അത് ചിലപ്പോൾ എല്ലാവർക്കും എന്തല്ല സാധിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാനും സംസാരിക്കുവാനും പല നിലവാരത്തിലുള്ള ആളുകൾ, പല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ എന്ത് ചെയ്തേക്കാം? സമീപിച്ചേക്കാം. അതുകൊണ്ട് അങ്ങനെ സമർപ്പിക്കുക എന്നുള്ളത് എന്തായി മാറി? മുസ്തഹബായിട്ട് പിന്നീട് എന്ത് ചെയ്തു? ആ നിയമത്തെ ഒന്ന് ലഘൂകരിച്ചു. വകമാ അബ്ഖൽ ഖംസ അസ്സലവാതി ബഅദ റഫഇൽ 50 വഅബ്ഖാ സവാബ, അതേപോലെ തന്നെ 5 നേരമുള്ള നമസ്കാരത്തെ അള്ളാഹു നിലനിർത്തി. ഏതിനെ ഉയർത്തിയതിനു ശേഷം? 50 നേരം നമസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ള വിധിയെ ഉയർത്തിയതിനു ശേഷം. വഅബ്ഖാ സവാബ, പക്ഷെ 50 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നതിനുള്ള പ്രതിഫലം ചെയ്തു 5 നേരത്തിൽ അവശേഷിപ്പിച്ചു. 5 നേരമാണ് നമസ്കരിക്കുന്നുള്ളൂവെങ്കിലും അവന് ലഭിക്കുന്ന പ്രതിഫലം എത്രയായിരിക്കും? 50 നേരം നമസ്കരിക്കുന്നതിനുള്ള പ്രതിഫലം നൽകും. അപ്പോൾ ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് സമ്പൂർണ്ണമായി ഇല്ലാതെയാക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ രീതിയല്ല. ഒന്നുകിൽ എന്ത് ചെയ്യും? അതിനെ ഒന്ന് തഖ്ഫീഫ് ചെയ്യും, ലഘൂകരിക്കും, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് വേറൊരു നിയമത്തെ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തില്ല? അവൻ്റെ ഖൗലിന് പകരം
മാക്കപ്പെടുകയില്ല, അതായത് അതിന് മാറ്റത്തിരുത്തലുകൾ വരുത്തപ്പെടുകയില്ല. ഹിയ ഹംസുൻ ഫിൽ ഫിഅലി, അതായത് ഈ കൽപ്പനയിൽ ഒരു എന്തില്ല, തിരുത്തലില്ല എന്ന് പറഞ്ഞാൽ അത് എന്താണ്, സമ്പൂർണമായി ദുർബലപ്പെടുത്തപ്പെടുകയില്ല എന്നർത്ഥം. ഇത് ഹിയ ഹംസുൻ ഫിൽ ഫിഅലി, പ്രവർത്തിക്കുമ്പോൾ ഇത് 5 നേരമാണ്. വഹിയ ഹംസൂന ഫിൽ അജ്ർ, പക്ഷേ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ എത്രയാണ് 50ന്റെ പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അതിനുശേഷം ഈ ഹുല്ലത്തിന്റെ തന്നെ ആളുകൾക്ക് സംഭവിച്ചിരിക്കുന്ന, ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു അബദ്ധ ധാരണയെ സംബന്ധിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിവരിക്കുകയാണ്. വഅമ്മാ മാ യദുന്നുഹു ബഅദുൽ ഗാലിതീന, ചില തെറ്റായ ധാരണ സംഭവിച്ച ആളുകൾ ധരിക്കുന്ന ഒന്ന് എന്താണത്, അന്നൽ മഹബ്ബത്ത് അക്മലു മിനൽ ഖുല്ല. മഹബ്ബത്ത് എന്നത് സ്നേഹത്തിന്റെ ഇനങ്ങളിൽ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. അതിലെ ഈ മഹബ്ബത്ത് എന്നുള്ളത് അതാണ് ഈ ഖുല്ലത്തിനേക്കാൾ മേലെയുള്ളത്, സമ്പൂർണമായത് എന്ന് ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റായി ധരിച്ചിട്ടുണ്ട്. വഅന്ന ഇബ്രാഹിമ ഖലീലുല്ലാഹ് വമുഹമ്മദൻ വഅന്ന ഇബ്രാഹിമ ഖലീലുല്ലാ, അങ്ങനെ അവരുടെ ധാരണ അവർ പറയും എന്താണ്, ഇബ്രാഹിം അലൈഹിസ്സലാം ഖലീലാണ്, വ മുഹമ്മദൻ ഹബീബുല്ലാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചെയ്തിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഹബീബുമാണ് എന്നവർ തെറ്റായി ധരിച്ചിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് നബിയാണ് അംബിയാക്കളിൽ ഏറ്റവും ഉന്നതൻ, സ്ഥാനം ഉയർന്നയാള് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം ഖലീലാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, ഹബീബുമാണ് അള്ളാഹുവിൻ്റെ. അപ്പോൾ ഹബീബ് എന്നുള്ളത്, അതായത് മുഹബ്ബത്ത് എന്നുള്ളതാണ് ഖുല്ലത്തിനേക്കാൾ മേലെ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് തെറ്റായ ധാരണയാണ്. ഫമിൻ ജഹ്ലിഹി, അതെന്താണ്, അവൻ്റെ അജ്ഞതയിൽപ്പെട്ടതാണ്. കാരണം ഫഇന്നൽ മഹബ്ബത ആമ്മത്തുൻ, മഹബ്ബത്ത് എന്നുള്ളത് ആമ്മായ ജനറലായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഇനമാണ്. അത് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, പൊതുവെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ മഹബ്ബത്തുണ്ട്. വൽ ഖുല്ലത്തു ഖാസ്സത്തുൻ, എന്നാൽ ഈ ഖുല്ലത്ത് എന്നുള്ള പദവി എന്താണ്, അത് സ്പെഷ്യലാണ്, പ്രത്യേകമായതാണ്. വൽ ഖുല്ലത നിഹായത്തുൽ മഹബ്ബ, ഖുല്ലത്ത് എന്നുള്ളത് മഹബ്ബത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ, അതിർത്തിയിലുള്ള അങ്ങേയറ്റത്തെ ഇനമാണ്. അതുകൊണ്ട് തന്നെ വഖദ് അഖബറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, അന്നല്ലാഹ തഖദഹു ഖലീല, അല്ലാഹു മുഹമ്മദ് നബി എന്ത് ചെയ്തു, ഖലീലായി സ്വീകരിച്ചു. കമത്തഖദ ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീലാക്കി സ്വീകരിച്ചതുപോലെ. വനഫാ അൻ യകൂന ലഹു ഖലീലുൻ ഗൈറു റബ്ബിഹി, അതുകൊണ്ട് തന്നെ തൻ്റെ റബ്ബല്ലാതെ മറ്റൊരു ഖലീൽ ഉണ്ടാവുകയില്ല എന്നും എന്ത് ചെയ്തു, ഉണ്ടാകുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു, അത് നിരസിക്കുകയും ചെയ്തു. അങ്ങനെ സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്, സ്പെഷ്യലായതാണ്, ഖാസ്സായതാണ്, പ്രത്യേകമായതാണ്. മഅ ഇഖ്ബാരിഹി ബിഹുബ്ബിഹി ലിആയിഷത വലി അബീഹ വലി ഉമർ ഇബ്നുൽ ഖത്താബ് വഗൈരിഹിം, എന്തിനോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുല്ലത്ത് വേറൊരാളോട് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഹബ്ബത്ത് വേറൊരാളോട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, നബിയുടെ മഹബ്ബത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, വലി ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, വഗൈരിഹിം, അതല്ലാത്തവരോടും. അപ്പം മഹബ്ബത്ത് ജനറലാണ്, അത് അള്ളാഹുവിനോട് ഉള്ളതിനോട് കൂടെ എന്ത് ചെയ്യാം, മറ്റുള്ള സൃഷ്ടികളോടും ഈ പറയുന്ന മഹബ്ബത്ത് ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന ഖുല്ലത്ത് അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ, അതെന്തില്ല, സൃഷ്ടികളോട് ഉണ്ടാകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഖുല്ലത്താണെന്ത്, പ്രത്യേകമായിട്ട് ഉള്ളത്. മാത്രമല്ല വഅയ്ദൻ ഫഇന്നല്ലാഹ സുബ്ഹാനഹു യുഹിബ്ബു തവ്വാബീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല തവ്വാബീങ്ങളെ സ്നേഹിക്കുന്നു. തവ്വാബീങ്ങളോട്, പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളോട്, തവ്വാബ് എന്ന് പറയുന്നത് നിരന്തരം പശ്ചാത്തപിക്കുന്നവരാണ്. നിരന്തരം പശ്ചാത്തപിക്കുന്ന ആളുകളെ അള്ളാഹു എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മഹബ്ബത്ത് അള്ളാഹുവിനുണ്ട്. നേരത്തെ ഖുല്ലത്തിന് വേണ്ടി 2 പേരെ തിരഞ്ഞെടുത്തതുപോലെ എന്തല്ല, പ്രത്യേകമല്ല. തവ്വാബീങ്ങളോട് അള്ളാഹുവിന് മഹബ്ബത്തുണ്ട്. വയുഹിബ്ബുൽ മുതത്വഹിരീൻ, അതേപോലെ തന്നെ ശുദ്ധി പാലിക്കുന്ന ആളുകളോടൊന്നുണ്ട് അള്ളാഹുവിന് മഹബ്ബത്തുണ്ട്. വയുഹിബ്ബു സ്വാബിരീൻ, ക്ഷമയവലംബിക്കുന്ന ആളുകൾ അള്ളാഹു എന്ത് ചെയ്യുന്നു,
സ്നേഹിക്കുന്നു, മഹബത്ത് വെക്കുന്നു. വയുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ഇഹ്സാനോടുകൂടി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു എന്ത് ചെയ്യുന്നു? മഹബത്ത് വെക്കുന്നു. വയുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ അള്ളാഹു എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. വയുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിമാന്മാരായ ആളുകളെ അള്ളാഹു എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അപ്പോൾ ഇത് വേറെയും ഇതുപോലെ ധാരാളം ആയാത്തുകളും ഹദീസുകളും കാണാം. അള്ളാഹുവിൻ്റെ മഹബത്ത് എന്താണ്? ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്, പ്രത്യേകം ആരെങ്കിലും മാത്രമല്ല. എന്നാൽ വഖുല്ലത്തുഹു ഖാസ്സത്തുൻ ബിൽ ഖലീലൈൻ, അള്ളാഹുവിൻ്റെ ഖുല്ലത്ത് എന്താണ്? 2 ഖലീലുമാരിൽ പ്രത്യേകമായതാണ്. വശാബു തായിബു ഹബീബുല്ലാ, അതേപോലെ തന്നെ തായിബായ ഒരു യുവാവ്, അവർ അള്ളാഹുവിൻ്റെ ഹബീബാണ് എന്നും കാണാൻ സാധിക്കും. ഇത് എന്താണ്? യുവാക്കൾക്ക് പ്രത്യേകം നൽകപ്പെട്ടതാണ്. യുവാക്കൾക്ക് മാത്രമല്ല, വാർദ്ധക്യത്തിലെത്തിയാലും എന്താണ്? തൗബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ എന്തുണ്ടാകും? ഹുബ്ബുണ്ടാകും. അത് പൊതുവാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണത്. യുവത്വത്തിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നുള്ളത്, പശ്ചാത്താപം ഉള്ളവരാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വശാബു തായിബു ഹബീബുല്ലാ. വഇന്നമാ ഹാദാ മിൻ ഖില്ലത്തിൽ ഇൽമി വൽ ഫഹ്മി അനില്ലാഹി വറസൂൽ. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുല്ലത്ത് ആണ് എന്ത്? ഖുല്ലത്ത് മഹബത്തിനേക്കാൾ താഴെയാണ് എന്ന ചില ആളുകളുടെ തെറ്റിദ്ധാരണ എന്താണ്? അത് അവരുടെ അറിവില്ലായ്മയാണ്, അവരുടെ ഖില്ലത്തുൽ ഇൽമാണ്, അവരുടെ ജ്ഞാനത്തിലുണ്ടായതായ കുറവിൻ്റെയും കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചുമുള്ള അവരുടെ ഗ്രാഹ്യം, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ സംഭവിച്ചിരിക്കുന്ന പിഴവാണ് എന്ന് ഇമാം അവർ പറയുന്നത്. ഇത് നമ്മുടെ നാടുകളിലും ധാരാളം വ്യാപകമായി പറയുന്ന ഒരു പ്രയോഗമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചെന്ന് പറയും ഹബീബുല്ലാ എന്നും, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഖലീലുല്ലാ എന്നും ഒരു പ്രയോഗമുണ്ട്. ഇത് തെറ്റായ പ്രയോഗമാണ്. രണ്ടാളും എന്താണ്? അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീൽ എന്ന് പറയുമ്പോൾ കൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബീബുല്ലാ എന്ന് പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്യലാണ്? സ്ഥാനത്തിൽ നിന്ന് കുറച്ച് കാണലാണ്. അത് ശരിയായ പ്രയോഗമല്ല. അവർ രണ്ടാളും ഒന്ന് തന്നെയാണ്, അള്ളാഹുവിൻ്റെ ഖലീലുമാരാണ്. അവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം വീണ്ടും ഇമാം അവർകൾ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിലേക്ക് കടക്കുകയാണ്. വഖദ് തഖദ്ദമ അന്നൽ അബ്ദ ലാ യത്റുകു മാ യുഹിബ്ബുഹു വയഹ്വ. അതായത് മനുഷ്യൻ അഡിക്റ്റായി പോയിരിക്കുന്ന തിന്മകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് പ്രശ്നം. അതിന് രക്ഷപ്പെടണമെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ ഏത് കാര്യം ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്, ഏതൊരു തിന്മയിലേക്കാണോ അവൻ കൂപ്പുകുത്തിപ്പോയിരിക്കുന്നത്, അതിനേക്കാൾ അവന് ഇഷ്ടമുള്ളത് ഉണ്ടാകണം. എന്നാൽ എന്ത് ചെയ്യൂ? അവൻ ഇതുപോലുള്ള കാര്യങ്ങളെ അവഗണിക്കാൻ അവന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവനെ ഏതെങ്കിലും ഒരു കാര്യത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, അപ്പോൾ അതവന് ഉപേക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ പറയുന്ന മഹബത്ത്, അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഹുബിൻ്റെ അനുവദനീയമായ ഇനങ്ങൾ, ഷൗക്ക്, അള്ളാഹുവിനെ കണ്ടെത്താനുള്ളതായ ഷൗക്ക്, ഇതുപോലുള്ളതായ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? അവനെ ഇതുപോലുള്ളതായ തിന്മകളെ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലുള്ള തിന്മകളെ അവനക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമാം അവർ പറയുകയാണ്, വഖദ് തഖദ്ദമ അന്നൽ അബ്ദ ലാ യത്റുകു മാ യുഹിബ്ബുഹു വയഹ്വ. ഒരടിമ അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ അവൻ ഉപേക്ഷിക്കുകയില്ല എന്ന് നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. എങ്ങനെയാണ് അവന് ഉപേക്ഷിക്കാൻ സാധിക്കുക? വലാകിൻ യത്റുകു അദ്അഫഹുമാ മഹബ്ബതൻ ലിഅഖ്വാഹുമാ മഹബ്ബ. അവനക്കത് ഉപേക്ഷിക്കാൻ സാധിക്കും. എപ്പോഴും ലാകിൻ യത്റുകു അദ്അഫഹുമാ മഹബ്ബതൻ, സ്നേഹത്താൽ ദുർബലമായ ഒന്നിനെ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപേക്ഷിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ലിഅഖ്വാഹുമാ മഹബ്ബ, അവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒന്നിനു വേണ്ടിയിട്ട് അതിൻ്റെ താഴെ സ്നേഹമുള്ള ഒന്നിനെ എന്ത് ചെയ്യാൻ പറ്റും? ഉപേക്ഷിക്കാൻ മനുഷ്യന് സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ്റെ സ്നേഹത്തിൻ്റെ മുൻഗണന അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? തീരുമാനിക്കേണ്ടതുണ്ട്. കമാ അന്നഹു യഫ്അലു മാ യക്റഹുഹു, അതുപോലെ ഒരാൾ വെറുക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? അവനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യാൻ സന്നദ്ധനായേക്കാം. അത്
എന്തിനു വേണ്ടിയിട്ടാണ്? ലി ഹുസൂലി മാ മഹബ്ബതുഹു അഖ്വാ ഇൻദഹു, ഒരു കാര്യം കരഗതമാകാൻ വേണ്ടിയിട്ട്. അതിനോടുള്ള അവന്റെ സ്നേഹം എന്താണ്? അവന്റെ അടുക്കൽ ശക്തി വളരെ ശക്തമാണ്. അപ്പോൾ ഇവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവൻ ചിലപ്പോൾ എന്ത് ചെയ്യും? വെറുപ്പുള്ള ഒരു കാര്യം വരെയും ചെയ്യാൻ എന്താകും? സന്നദ്ധനാകും. കാരണം എന്താണ്? മഹബ്ബതുഹു അഖ്വാ ഇൻദഹു മിൻ കറാഹത്തി മാ യഫ്അലുഹു, അവൻ ഈ ചെയ്യുന്ന അവന് വെറുപ്പുള്ള കാര്യത്തെക്കാൾ അവന്റെ അടുക്കൽ ശക്തമായത് എന്താണ്? വേറൊന്ന് ഒരു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് അവന്റെ അടുക്കൽ ഏറ്റവും പ്രാമുഖ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും? അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരെയും എന്ത് ചെയ്യാൻ അവൻ സന്നദ്ധനാകും. അല്ലെങ്കിൽ ഔലി ഖലാസിഹി മിൻ മക്രൂഹിൻ, അല്ലെങ്കിൽ വെറുക്കപ്പെട്ട കാര്യം ചിലപ്പോൾ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഔലി ഖലാസിഹി മിൻ മക്രൂഹിൻ, വെറുക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എങ്ങനെയുള്ളതാണ്? കറാഹതുഹു ഇൻദഹു അഖ്വാ മിൻ കറാഹതി മാ യഫ്അലുഹു, ഒരു വെറുക്കപ്പെടുന്ന ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്യുന്ന ഈ വെറുക്കപ്പെട്ട കാര്യം അതിനേക്കാൾ എന്താണ്? അവന് താഴെയാണ്. അപ്പം ഈ വെറുക്കപ്പെട്ട കാര്യം ചെയ്യുകയാണ് എങ്കിൽ അതിനേക്കാൾ വെറുക്കപ്പെട്ടത് എന്ത് ചെയ്യാൻ പറ്റും? അവൻക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വെറുക്കപ്പെട്ട ഒരു കാര്യത്തെ അവൻ ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾക്ക് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി, ഒരു ദുഷ്പ്രവൃത്തി എന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരു തിന്മ, അതിനവന് ഉപേക്ഷിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിനേക്കാൾ ഇഷ്ടമുള്ള ഒന്നിനു വേണ്ടിയിട്ടേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ഉപേക്ഷിക്കാൻ അവനക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അവൻ്റെ അടുക്കൽ രണ്ട് മസ്ലഹത്തുകളുണ്ട്, രണ്ട് സ്നേഹിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത് എന്തിനാണോ അതിനവൻ എന്ത് ചെയ്യണം? മുൻഗണന കൊടുക്കണം. അവൻ വെറുക്കുന്ന രണ്ട് കാര്യങ്ങൾ അവൻ്റെ മുന്നിൽ വന്നു. എന്നാൽ അതിൽ ഏറ്റവും ബലഹീനമായ, ഏറ്റവും അപകടം കുറഞ്ഞ വെറുക്കപ്പെട്ടതിനെ അവൻ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. ഇതൊരു വിശ്വാസി അവൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയാണ്, വതഖദ്ദമ അന്ന ഖാസിയ്യത്തൽ അഖ്ലി ഈസാറു അലൽ മഹ്ബൂബൈൻ അല അദ്നാഹുമാ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ വിഷയം പറഞ്ഞപ്പോൾ. എന്താണത്? അന്ന ഖാസിയ്യത്തൽ അഖ്ലി, അഖ്ലിൻ്റെ ഖാസിയ്യത്ത്, അതായത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്നത് എന്താണ്? ഈസാറു അലൽ മഹ്ബൂബൈൻ അല അദ്നാഹുമാ, അവൻ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? ഏറ്റവും ഉന്നതമായ മഹബൂബിന് അവൻ എന്ത് ചെയ്യും? പ്രാമുഖ്യം കൊടുക്കും. താഴെയുള്ള മഹബൂബിനേക്കാൾ അവൻ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്തിനായിരിക്കും? ഏറ്റവും ഉന്നതമായ മഹബൂബിനായിരിക്കും. അതേപോലെ വൈസരിൽ മക്റൂഹൈനി അലാ അഖ്വഹുമാ, വെറുക്കപ്പെട്ട രണ്ട് കാര്യങ്ങൾ അവൻ്റെ മുന്നിലുണ്ട്, എന്നാൽ അതിൽ ഏറ്റവും എളുപ്പമായതിനായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്? അത് രണ്ടും ചെയ്തേ തീരൂ എന്നാണെങ്കിൽ എന്ത് ചെയ്യും? ഏറ്റവും അപകടം നിറഞ്ഞ വെറുക്കപ്പെട്ട കാര്യത്തെ അവൻ എന്ത് ചെയ്യും? മാറ്റിവെക്കും. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അപകടം കുറഞ്ഞതിനെ എന്ത് ചെയ്യും? സ്വീകരിക്കും. ഇതാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുക. വതഖദ്ദമ അന്ന ഹാദാ മിൻ കമാലി ഖുവ്വത്തിൽ ഹുബ്ബി വൽ ബുഗ്ദ്, ഇത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ രീതി അത് എന്താണ്? സ്നേഹത്തിൻ്റെയും ബുഗ്ദിൻ്റെയും ഇഷ്ടത്തിൻ്റെയും വെറുപ്പിൻ്റെയും ശക്തിയുടെ പൂർണ്ണതയനുസരിച്ചാണ് എന്ത് ചെയ്യുക? സംഭവിക്കുക. അപ്പോൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്, ആരെയാണ് വെറുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള നല്ല ഗ്രാഹ്യവും അതിൻ്റെ രീതിയും അവൻ എന്ത് ചെയ്യണം? സ്വായത്തമാക്കിയാൽ മാത്രമാണ് ഇത് ഒരു മനുഷ്യന് സാധ്യമാവുക. അതിനുശേഷം ഇമാം അവറുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. മനുഷ്യർക്ക് സആദത്ത് ലഭിക്കണമെങ്കിൽ, സന്തോഷം ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്താണ് അവൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അവർക്ക് ഈ പറയുന്ന രീതി പ്രാവർത്തികമാക്കിയെടുക്കാൻ സാധിക്കുക? സആദത്ത് വേണം, രക്ഷ വേണം, അതല്ലെങ്കിൽ സൗഭാഗ്യം വേണം, സന്തോഷം വേണം, ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ സൗഭാഗ്യം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? സൗഭാഗ്യം എന്നുള്ള അള്ളാഹു കൊടുക്കുന്നതാണ്. അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യം, സന്തോഷം അള്ളാഹു പറഞ്ഞ വഴിയിലൂടെ പോയാൽ എന്ത് ചെയ്യൂ? സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇമാം അവറുകൾ പറയുന്നു, വലാ യതിമ്മു ലഹു ഹാദാ ഇല്ലാ ബി അംറൈൻ, ഈ പറഞ്ഞ കാര്യം രണ്ട് കാര്യങ്ങൾ കൊണ്ടല്ലാതെ സാധ്യമല്ല. രണ്ട് കാര്യങ്ങളുണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യം ഒരാൾക്ക് എന്ത് ചെയ്യാം? നേടിയെടുക്കാം. ഒന്ന് ഖുവ്വത്തിൽ ഇദ്റാഖാണ്. രണ്ട് കാര്യങ്ങളിൽ ഒന്നെന്താണ്? ഖുവ്വത്തിൽ ഇദ്റാഖാണ്. കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളതായ ശേഷി ഉണ്ടാവുക, ശക്തി ഉണ്ടാവുക, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളതായ ഗ്രാഹ്യത ഉണ്ടാവുക. മറ്റൊന്ന് ഷജാഅത്തിൽ ഖൽബ്, ഹൃദയത്തിൻ്റെ ധീരതയാണ്. ഇത് രണ്ടും
അനിവാര്യമാണ്. ഫഇന്ന തഖല്ലുഫ അൻ ദാലിക വൽ അമല ബിഖിലാഫി, ഈ പറയുന്ന ഇതിനെ തൊട്ട് ഒരാൾ എന്ത് ചെയ്തു, പിൻവാങ്ങുകയാണ്. അതിൽ ഒരാൾക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഇതിന് വിപരീതമായിട്ടാണ് ഒരാൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ, അതായത് ഈ പറഞ്ഞ അക്വൽ മഹബൂബ്, ഏറ്റവും ശക്തമായിട്ട് അവൻ ആലൽ മഹബൂബ്, അതിനെ ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല. ഇഷ്ടപ്പെടേണ്ട പല കാര്യങ്ങളുണ്ട്, അതിൽ അവൻ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് ആർക്കായിരിക്കണം? ആലയായതിനായിരിക്കും. ഇതിനൊരാൾക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ വെറുക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളിൽ അപകടം കുറഞ്ഞതിനെ സെലക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണ് അവൻ്റെ രീതി എങ്കിൽ അത് എന്തായിരിക്കും കാരണം? യകൂനു ഇമ്മാ ലിദഅഫിൽ ഇദ്റാഖ്, ഒന്നുകിൽ അവൻ്റെ ഗ്രാഹ്യശേഷി എന്താണ്, ദുർബലമാണ് എന്നുള്ളതിനാലാണ്. ബിഹൈസു ഇന്നഹു ലം യുദ്രിക് മറാത്തിബൽ മഹബൂബി വൽ മക്റൂഹി അലാ മാ ഹിയ അലൈഹി, കാരണം എന്താണ് അവൻ്റെ മഹബൂബിൻ്റെ മർത്തബകൾ, സ്നേഹിക്കപ്പെടേണ്ടവരുടെ സ്ഥാനം എന്താണെന്ന് അവനക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല. അതിലവൻ എന്താണ്, വളരെ ദുർബലനാണ്. വെറുക്കപ്പെടേണ്ടത് എന്തിനെയാണ്, വെറുപ്പിൻ്റെ മർത്തബകൾ, അതിൻ്റെ സ്ഥാനങ്ങൾ എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ എന്ത് ചെയ്തിട്ടില്ല, ഇവന് സാധിച്ചിട്ടില്ല. ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്, ആരെ സ്നേഹിച്ചാലാണ് ഇവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുക, ആരെയാണ് വെറുക്കേണ്ടത്, ആരോടാണ് ഇഷ്ടം വെക്കേണ്ടത്, ഇത് എന്ത് ചെയ്തിട്ടില്ല, വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി ഇവനെന്തില്ല, ഇല്ല എന്നുള്ളതാണ് ഒരു കാരണം. അതല്ല എങ്കിൽ വഇമ്മാ ലിദഅഫിൻ ഫിൻ നഫ്സി, അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം, അവൻ്റെ നഫ്സ് എന്താണ്, മനസ്സ് വളരെ ദുർബലമാണ്. വഅജിസിൻ ഫിൽ ഖൽബി, ഹൃദയത്തിന് ശക്തിയില്ല, ധീരതയില്ല, അത് എന്താണ്, അശക്തമാണ്. ബിഹൈസു ലാ യുതാവിഉഹു അലാ ഈസാരിൽ അസ്ലഹ്, ഏറ്റവും മസ്ലഹത്ത് ഉണ്ടാക്കുന്ന, ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യത്തെ അതിന് മുൻഗണന കൊടുക്കാൻ അവൻ എന്ത് ചെയ്യുന്നില്ല, അതിനെ തിരഞ്ഞെടുക്കാൻ അവനക്ക് സാധിക്കുന്നില്ല. അതിനോട് യോജിക്കാൻ, അത് തിരഞ്ഞെടുക്കാൻ ഇവനക്കറിയാം ഇന്നത് ആണ് സ്നേഹിക്കപ്പെടേണ്ടവൻ, ഇന്നതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നാശത്തിലാകും, എൻ്റെ ദുനിയാവും നഷ്ടപ്പെട്ടേക്കും ആഖിറവും നഷ്ടപ്പെട്ടേക്കും. ഇത് അവനക്ക് തിരിച്ചറിയാനുള്ള ബോധമുണ്ട്, ഗ്രാഹ്യശേഷി അവനക്കുണ്ട്. പക്ഷേ അതിന് തീരുമാനമെടുത്ത് പ്രവർത്തിക്കാനുള്ളതായ മനഃശക്തി എന്തില്ല, അവനില്ല. അതായിരിക്കും ഒന്നുകിൽ കാര്യം ഗ്രഹിക്കാനുള്ള ശേഷി കുറവായിരിക്കും, ഒന്നുകിൽ അതല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാവും, ഇന്നതാണ് അവൻ മുൻഗണന കൊടുക്കേണ്ടത് അവനക്കറിയാം, ഇന്നത് ചെയ്താൽ അപകടമാണെന്ന് അവനക്കറിയാം. പക്ഷേ അതനുസരിച്ച് അവനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ അതെന്തായിരിക്കും കാര്യം, അവൻ്റെ മനഃശക്തി, അവൻ്റെ ഹൃദയത്തിൻ്റെ ധീരത കുറവാണെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസീമത്തിന് വേണ്ടി എന്ത് ചെയ്യുമായിരുന്നു, ദൃഢമായ തീരുമാനമെടുക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകം കിട്ടേണ്ട കാര്യമാണ് ഹൃദയത്തിൻ്റെ ശക്തി എന്നുള്ളത്. അതിനുവേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുമായിരുന്നു. അതേപോലെ തന്നെ കസലിനെ തൊട്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുമായിരുന്നു. മടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുമായിരുന്നു. ഇതെല്ലാം ഹൃദയത്തിൻ്റെ എന്താണ്, മനഃശക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഒരാൾക്ക് എന്തിരിക്കണം, ശക്തമായിരിക്കണം. അപ്പോൾ ഒന്നുകിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിരിക്കാം കാരണം, അതല്ലെങ്കിൽ എന്താണ്, മനഃശക്തിയില്ല എന്നുള്ളതായിരിക്കാം. മാ ഇൽമിഹി ബി അന്നഹുൽ അസ്ലഹ്, ഇവനത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, അവനക്ക് അറിയാമെന്നുള്ളതിനോടുകൂടെ ഇന്നതാണ് ഏറ്റവും നല്ലതെന്ന് അവനക്കറിയാം, എന്നിട്ടും അവനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ സ്നേഹിക്കാനോ ആ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനോ സാധിക്കുന്നില്ല. ഫഇദാ സ്വഹ ഇദ്റാകുഹു, അതുകൊണ്ട് തന്നെ ഒരാളുടെ ഗ്രാഹ്യശേഷി ശരിയായി കഴിഞ്ഞാൽ, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ട്. വഖവിയത്ത് നഫ്സുഹു, അവന്റെ മനസ്സും എന്തായിട്ടുണ്ട്, ശക്തമായിട്ടുണ്ട്. വതശജ്ജഅ ഖൽബുഹു അലാ ഈസാരിൽ മഹബൂബിൽ അഅല, മഹബൂബുൽ അഅലയെ, ഏറ്റവും ഔന്നത്യമുള്ള സ്നേഹിക്കപ്പെടേണ്ടവന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഹൃദയം ചെയ്യുന്നുണ്ട്, ധീരത കാണിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, വൽ മക്റൂഹിൽ അദ്ന, അതേപോലെ തന്നെ രണ്ട് വെറുക്കപ്പെടേണ്ടവകളിൽ ഏറ്റവും അപകടം കുറഞ്ഞ വെറുക്കപ്പെടേണ്ടതിനെ സെലക്ട് ചെയ്യാനും അവന്റെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഫഖദ് വുഫിഖ ലി അസ്ബാബി സആദ, സആദത്തിന്റെ സൗഭാഗ്യത്തിന്റെ കാരണങ്ങൾ അവനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനുള്ള തൗഫീഖ് അവനക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ രണ്ട് കാര്യം എന്ത് ചെയ്യണം, സമ്മിശ്രയമായി ഒരാളുടെ ഹൃദയത്തിൽ വേണം. എന്നാലേ അവനക്ക് സആദത്ത് ഉണ്ടാവുകയുള്ളൂ, സൗഭാഗ്യം ഉണ്ടാവുകയുള്ളൂ, സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഒന്ന് എന്താണ്, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുക. ഞാൻ ആരുടെ കൂടെ കൂടിയാലാണ് എനിക്ക് രക്ഷയുണ്ടാവുക, ആരെയാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്,
ദുനിയാവിൻ്റെ ഏതെങ്കിലും നൈമിഷികമായ സുഖത്തിന് വേണ്ടി ആരുടെങ്കിലും പിന്നിൽ നടക്കലാണോ എനിക്ക് ശാശ്വത രക്ഷ ലഭിക്കാൻ വേണ്ടത്? അതല്ല, അള്ളാഹുവിനെയും അള്ളാഹു സ്നേഹിക്കുന്നവരെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്വാലിഹീങ്ങളെയും അവരെ സ്നേഹിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യലാണോ എനിക്ക് രക്ഷ ഉണ്ടാകാൻ ഏറ്റവും ഉത്തമം? ഇത് മനസ്സിലാക്കുക. എന്നിട്ട് അത് ദൃഢമായ തീരുമാനമെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? നടപ്പിലാക്കാൻ ശ്രമിക്കുക. അതാണ് ഒരാൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, ഫമിനൻ നാസി മൻ യകൂനു സുൽത്താനു ശഹവതിഹി അഖ്വാ മിൻ സുൽത്താനി അഖ്ലിഹി വ ഈമാനി. ജനങ്ങളിൽ ചില ആൾക്കാരുണ്ടാവും, അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ ഷഹ്വത്തിൻ്റെ ആധിപത്യം, സുഖങ്ങളോടുള്ളതായ ആഗ്രഹം, അതിൻ്റെ ആധിപത്യം, അതിൻ്റെ സുൽത്താൻ, അതായിരിക്കും ചിലപ്പോൾ ബുദ്ധിയുടെയും ഈമാനിൻ്റെയും കഴിവിനേക്കാൾ ശക്തമായിരിക്കുക. ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണ്? ഷഹ്വത്തുകളോട്, മനസ്സിൻ്റെ ഇച്ഛകളോട്, അതിനോടുള്ള ഇഷ്ടം, സ്നേഹം, അതിൻ്റെ അധികാരമായിരിക്കും ചിലപ്പോൾ ഒരാളിൽ എന്ത് ചെയ്യുക? മികച്ചു നിൽക്കുക. എന്തിൻ്റേതായിരിക്കണമെന്നില്ല. ഈ ബുദ്ധി നേരത്തെ മനസ്സിലാക്കിയതുപോലെ ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കാനും ഈമാനികമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അതിന് പ്രാധാന്യം കൊടുക്കാനുമുള്ള കഴിവ് ചിലപ്പോൾ എന്തായിരിക്കും? ഒരാളിൽ കുറവായിരിക്കും. അതിനേക്കാൾ മികച്ചു നിൽക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? അവൻ്റെ ഷഹ്വത്തുകളോട്, മനസ്സിൻ്റെ ഇച്ഛകളോടുള്ളതായ അവൻ്റെ ഇഷ്ടമായിരിക്കും മികച്ചു നിൽക്കുക ചിലപ്പോൾ. അതുകൊണ്ട് ഫയഖ്ഹറുൽ ഗാലിബു ദഈഫ്, ഇവിടെ മികച്ചു നിൽക്കുന്നത് എന്ത് ചെയ്യും? ദുർബലമായ ഈമാനിൻ്റെ ബുദ്ധിയുടെ ഭാഗത്ത് എന്ത് ചെയ്യും? ചിലപ്പോൾ അടിച്ചമർത്തി കളയും, അതിനെ കീഴ്പ്പെടുത്തി കളയും. അതേപോലെ തന്നെ വമിൻഹും, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മൻ യകൂനു സുൽത്താനു ഈമാനിഹി വഅഖ്ലിഹി അഖ്വാ മിൻ സുൽത്താനി ശഹ്വതി. അവരുടെ ഈമാനികമായ ബുദ്ധിപരമായിട്ടുള്ളതായ ശക്തിയായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യണത്? മനസ്സിൻ്റെ ഇച്ഛകളുടെ ശക്തിയേക്കാൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? മികച്ചു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന മനസ്സിൻ്റെ ദുഷിച്ച ഇച്ഛകളെ എന്ത് ചെയ്യാൻ പറ്റും? അവനക്ക് പെട്ടെന്ന് തകർത്ത് കളയാനും സാധിക്കും. എന്നിട്ട് ഇമാമുകൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാണ്. വഇദാ കാന കസീറും മിനൽ മർദ, ധാരാളം രോഗികൾ, യഹ്മീഹി ത്വബീബു അമ്മാ യദുറു, ഡോക്ടർ വൈദ്യൻ എന്ത് ചെയ്യും? അവന് ഉപദ്രവം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ സംബന്ധിച്ച് സൂക്ഷിക്കാൻ അവനോട് നിർദ്ദേശിക്കും. ഇന്ന കാര്യങ്ങൾ നീ ഭക്ഷിക്കരുത്, ഇന്ന പാനീയങ്ങൾ കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, മദ്യപിക്കരുത്, അല്ലെങ്കിൽ ഇന്ന പ്രവർത്തികൾ ചെയ്യരുത്. അത് ചെയ്താൽ നിന്റെ രോഗത്തിനെന്താണ്? കൂടുതൽ തീവ്രമാക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കും എന്ത് ചെയ്യും? ചില രോഗികളോട് വൈദ്യന്മാരെന്ത് ചെയ്യും? നിർദ്ദേശിക്കും. പക്ഷെ ഫതഅബ അലൈഹി നഫ്സുഹു വശഹ്വതുഹു ഇല്ലാ തനാവലു. പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യൂല? ഈ പറഞ്ഞതുപോലെ അവൻ്റെ അതിനോടുള്ള ഇച്ഛയുടെ മനസ്സാണ് ശക്തി പ്രാപിച്ചിരിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യൂല? അവനക്കത് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അവനത് കുടിക്കണ്ടെന്ന് പറഞ്ഞ് കുടിക്കും, വലിക്കണ്ടെന്ന് പറഞ്ഞ് വലിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ചില പ്രവൃത്തികൾ അവൻ ചെയ്യും. ഇത് അവൻ്റെ മനസ്സെന്താണ്? ദുർബലമായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ അതിനോടുള്ളതായ അവൻ്റെ ഇച്ഛകൾ, അതിൻ്റെ സ്നേഹമാണ് അവനിൽ എന്തിയിരിക്കുന്നത്? മികച്ചു നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. വയുഖദ്ദിമു ശഹ്വതഹു അലാ അഖ്ലി, അവൻ്റെ ഷഹ്വത്തിന് എന്ത് ചെയ്യും? അവൻ്റെ ബുദ്ധിയേക്കാൾ അവൻ എന്ത് ചെയ്യും? പ്രാധാന്യം കൊടുക്കും. വതുസമ്മിഹിൽ അത്തിബ്ബാഉ അദീമൽ മുറുഅ, വൈദ്യന്മാർ അതിന് പറയുന്നത് അദീമൽ മുറുഅ എന്നാണ്, മുറുഅത്തില്ലാത്തവൻ എന്നാണ്. മുറുഅത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ അവൻ്റെ ഭാവി ജീവിതത്തിന് അല്ലെങ്കിൽ അവൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിനാണെന്ന് പറയുക മുറുഅത്ത് എന്ന് പറയുക. ബസീറത്തോടെ, ഉൾക്കാഴ്ചയോടുകൂടി അവൻ്റെ രക്ഷക്കുതകുന്ന കാര്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിനാണ് മുറുഅത്തുള്ളവൻ എന്ന് പറയുക. അതിന് വിപരീതമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവൻ ചെയ്ത്. കാരണം അവൻ്റെ ഇതുപോലുള്ള ഭൗതികമായ കാര്യങ്ങളോടുള്ള സ്നേഹം എന്ത് ചെയ്തിരിക്കുന്നു? അവനിൽ മികച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫഹാകദ അക്സറു മർദൽ ഖുലൂബി, ഇതേപോലെ തന്നെയാണ് ഹൃദയത്തിന് രോഗം ബാധിച്ച ആളുകളും. അപ്പോൾ ബാഹ്യമായി ശരീരത്തിന് രോഗം ബാധിച്ച ആളുകളോട് വൈദ്യന്മാർ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇതുപോലുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കും. അപ്പോൾ ഇതേപോലുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളോട് അതിയായ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അവനാ നിർദ്ദേശങ്ങൾ കൈക്കൊള്ളൂല, അവനെന്ത് ചെയ്യും? അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കും. അപ്പം ചിലപ്പോൾ രോഗം മൂർച്ഛിക്കാനിടയാകും, പിന്നീട് അവൻ ഖേദിക്കേണ്ടി വരും. എന്നാൽ കാര്യങ്ങൾ ബുദ്ധി വെച്ച് തീരുമാനിക്കുന്ന ഒരാളാണെങ്കിൽ അവനെന്ത് ചെയ്യും?
ഈ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യും? പാലിക്കും. അപ്പോൾ അവന് ഗുണം ചെയ്യും. ഇതേപോലെ തന്നെയാണ് ആരുടെ കാര്യവും, ഹൃദയത്തിന് രോഗം ബാധിച്ച ആളുകളുടെയും കാര്യം ഇതാണ്. പാപങ്ങൾ ചെയ്യൽ കൊണ്ട് ഹൃദയത്തിന് രോഗം ബാധിച്ച ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. യുസിറൂന മാ യസീദു മറദഹും. ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ചില ആളുകൾ അവരുടെ ഹൃദയത്തിന്റെ രോഗം വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യം ഏതാണോ അതിന് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, പ്രാധാന്യം കൊടുക്കുന്നു. ലിഖുവത്തി ശഹ്വതിഹിം ലഹു. അതിനോടുള്ള അവരുടെ ആഗ്രഹം അത് ശക്തി പ്രാപിച്ച കാരണത്താൽ എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, ഫഅസ്ലു ശർരി, നാശത്തിന്റെ അടിസ്ഥാനം മിൻ ദഅഫിൽ ഇദ്റാഖി, നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളതായ ശേഷിക്കുറവാണ്. അതേപോലെ തന്നെ വദഅഫിൻ നഫ്സി വദനാഅതിഹ, മനഃശക്തി എന്താണ്, ദുർബലമാവുക എന്നുള്ളതുമാണ് എല്ലാ ഷർറുകളുടെയും അടിസ്ഥാനം. എന്നാൽ വഅസ്ലുൽ ഖൈരി, നന്മയുടെ അടിസ്ഥാനം മിൻ കമാലിൽ ഇദ്റാഖി, കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഗ്രഹിക്കുക എന്നുള്ളതാണ്, അതിനുള്ള ശേഷി ഉണ്ടാവുക എന്നുള്ളതാണ്. വഖുവ്വത്തിൻ നഫ്സി വശറഫിഹ വശജാഅതിഹ, അതേപോലെ മനസ്സിന്റെ ശക്തിയും അതിൻ്റെ ധീരതയും എല്ലാമാണെന്ത്, അതിൻ്റെ പവിത്രതയുമെല്ലാമാണ് ഖൈറുകളുടെ അടിസ്ഥാനം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് സൗഭാഗ്യത്തിൻ്റെ വാതിലുകൾ എന്ത് ചെയ്യും, അവൻ്റെ മുന്നിൽ തുറന്നു വരുമെന്നുള്ളതാണ്. അതിനുശേഷം ഇമാം അവറുകൾ പറയുന്നു, ഫൽ ഹുബ്ബു വൽ ഇറാദ, സ്നേഹവും അതേപോലെ തന്നെ ഉദ്ദേശവും, അസ്ലു കുല്ലി ഫിഅലിൻ വ മബ്ദഉഹു, ഏത് പ്രവൃത്തിയുടെയും അടിസ്ഥാനവും അതിൻ്റെ പ്രാരംഭവും എന്താണ്, സ്നേഹമാണ്. ഒരു കാര്യത്തോടുള്ള സ്നേഹമാണ്. സ്നേഹമാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പ്രവർത്തിക്കാൻ. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ സ്നേഹത്തെ പറഞ്ഞത് മുഹല്ലിക്കാത്തുൽ ഖുലൂബിൽ പെട്ടതാണെന്നാണ്. അവിടെ തുടക്കത്തിൽ കഴിഞ്ഞു പോയിരുന്നു. ഹൃദയത്തെ ചലിപ്പിക്കുന്ന ചില ഇബാദാത്തുകളുണ്ട്. ആ ചലിപ്പിക്കുന്ന ഇബാദാത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, സ്നേഹമാണ്. അതിനോട് കൂടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് എണ്ണിയതാണ് പ്രതീക്ഷയും ഭയവും. അപ്പോൾ ഹൃദയത്തെ ചലിപ്പിക്കുകയും ഒരു കാര്യം പ്രവർത്തിക്കുന്നതിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് എന്താണ്, ഈ പറയുന്ന സ്നേഹം തന്നെയാണ്. സ്നേഹം എങ്ങനെ വിനിയോഗിക്കണം, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഏതൊരു പ്രവൃത്തിയുടെയും അടിസ്ഥാനം, അതിൻ്റെ പ്രാരംഭം ഒരു മനുഷ്യനെ ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാക്കുന്നു. അതെന്താണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ്, ഇവൻ്റെ മനസ്സിൽ നിന്നുള്ള സ്നേഹമാണ്. അതിനെ അവന് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്തിനെയാണ് ഇവൻ സ്നേഹിക്കേണ്ടത്, അതിനെയാണോ സ്നേഹിക്കേണ്ടത്, അതല്ല അതിനെ സ്നേഹിച്ചാൽ അപകടമാണോ ഉണ്ടാകുന്നത് എന്നെന്ത് ചെയ്യണം, ഇവന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം ആദ്യം. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മനഃശക്തിയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, തീരുമാനമെടുക്കാനും സാധിക്കും. അപ്പോൾ ഏതൊരു പ്രവൃത്തിയുടെയും അടിസ്ഥാനം എന്താണ്, സ്നേഹവും അതേപോലെ തന്നെ ഇറാദത്തും ഉദ്ദേശവുമാണ്. വൽ ബുഗ്ദു വൽ കറാഹ, അതേപോലെ തന്നെ വെറുപ്പും കോപവും. അസ്ലു കുല്ലി തർക്കിൻ വ മബ്ദഉ, ഉപേക്ഷയുടെ അടിസ്ഥാനവും അതിൻ്റെ പ്രാരംഭവും വെറുപ്പും അതേപോലെ തന്നെ കോപവുമാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു തിന്മ ഉപേക്ഷിക്കണം. ആ തിന്മ ഉപേക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനോട് വെറുപ്പുണ്ടാകേണ്ടതുണ്ട്. ഞാൻ അതിനെ വെറുക്കുകയാണ് ചെയ്യേണ്ടത്, കാരണം അള്ളാഹു അതിനെ വെറുക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കുന്നു. അതിന് വെറുത്തില്ല എങ്കിൽ എന്നെന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, അപകടത്തിൽ കൊണ്ടുപോയി ചാടിയേക്കും എന്നുള്ള ബോധം എൻ്റെ ഹൃദയത്തിൽ വേണം. അപ്പോൾ ഒരു മനുഷ്യനെ തിന്മ ഉപേക്ഷിക്കുന്നതിലേക്ക് നയിക്കുന്നത് എന്താണ്, ആ തിന്മയെ വെറുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനോട് പകയും വിദ്വേഷവും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നന്മകളോടുള്ളതായ സ്നേഹം ഇല്ലാതെയാക്കുക, അതേപോലെ തന്നെ തിന്മകളോടുള്ള വെറുപ്പില്ലാതെയാക്കുക. ഇത് ശൈത്വാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിയാണ്. അത് നമ്മുടെ സമൂഹത്തിൽ പല സ്ഥലങ്ങളിലും കാണും. എത്ര വലിയ തിന്മകൾ സമൂഹത്തിൽ നടന്നാലും അതൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള ധാരണ ആളുകളിൽ പടർത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. എത്ര വലിയ തിന്മ വന്നാലും അതവൻ്റെ ഇഷ്ടമാണ്, അതവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവൻ്റെ പൗരാവകാശമാണ്. അവൻ ചെയ്യുവാണെങ്കിൽ നിനക്കെന്താണ്, അവൻ ചെയ്തു കൊള്ളട്ടെ. ഈ ബോധം എവിടെ നിന്ന് വരുന്നതാണ്? ഈ കറാഹത്ത്, ബുഗ്ള്, തിന്മയോടുള്ള ബുഗ്ള് അവനിൽ ഇല്ല എന്നുള്ള കാരണത്താലാണ്. അത് എവിടെ അവസാനിക്കുന്നുവോ അവിടെ എന്ത് ചെയ്യും, ആദ്യം ചിലപ്പോൾ അവനായിക്കൊള്ളട്ടെ എന്ന് പറയും, പക്ഷെ പിന്നീട് എന്ത് ചെയ്യും, ഇവനിലേക്ക് കടന്നു വരാൻ തുടങ്ങും. അപ്പോൾ അവനക്കതിനെ ഉപേക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ അതിനോട് എന്ത് വേണം,
ശക്തമായ വെറുപ്പുണ്ടാകേണ്ടതുണ്ട്. ഒരു തിന്മയെ ഉപേക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതുകൊണ്ട് ബുഗ്ദും കറാഹത്തും ഉണ്ടാവുക, വെറുപ്പും ഉണ്ടാവുക എന്നുള്ളതാണ്. വഹാത്താനിൽ ഖുവ്വതാനി ഫിൽ ഖൽബി, ഈ രണ്ട് കഴിവും ഏത് ഹൃദയത്തിലാണോ ഉള്ളത്, ഈ രണ്ട് കഴിവുകളും, ഹൃദയത്തിലുള്ള ഈ രണ്ട് കഴിവുകളും അസ്ലു സആദത്തിൽ അബ്ദി വശഖാവതി, ഒരടിമയുടെ സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനമാണ്. അതേപോലെ തന്നെ അവന്റെ പരാജയത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. ഒരാൾക്ക് വിജയിക്കണോ, ഇത് വേണം. പരാജയപ്പെടുന്നതും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ വിജയത്തിന്റെ അടിസ്ഥാനവും സ്നേഹവും വെറുപ്പും യഥാവിധം എന്തിലാണ്? വിനിയോഗിക്കലാണ്. ഒരാൾ പരാജയപ്പെടുന്നതിൻ്റെയും അടിസ്ഥാനം എന്താണ്? ഇത് തന്നെയാണ്. വെറുക്കേണ്ടതിനെ ഒരാൾ സ്നേഹിക്കുന്നു, സ്നേഹിക്കേണ്ടതിനെ ഒരാൾ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. അവൻ പരാജയപ്പെട്ടു. സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കുകയും വെറുക്കേണ്ടതിനെ വെറുക്കുകയും ചെയ്താൽ എന്ത് ചെയ്തു? അവൻ രക്ഷപ്പെടുകയും ചെയ്തു, അവന് സൗഭാഗ്യവും ലഭിച്ചു. അതിനുശേഷം ഇമാം അവറുകൾ പറയുന്നു, വജൂദുൽ ഫിഅലിൽ ഇഖ്തിയാരി, സ്വയേഷ്ടപ്രകാരം ഒരു പ്രവൃത്തി സംഭവിക്കുക എന്നത്, ഒരാൾക്കൊരു നന്മ ചെയ്യണം, ആ നന്മ സംഭവിക്കുന്നത് എപ്പോഴാണ്? ലാ യകൂനു ഇല്ലാ ബിവുജൂദി സബബിഹി, ആ പ്രവൃത്തി സംഭവിക്കുകയില്ല അതിന് കാരണമാകുന്ന കാര്യം ഉണ്ടായാലല്ലാതെ. അപ്പോൾ ആ പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ അതിന് കാരണമാകുന്ന ഒരു കാര്യം, മിനൽ ഹുബ്ബി വൽ ഇറാദ, എന്താണ് ആ കാരണം? സ്നേഹവും അതേപോലെ തന്നെ ഉദ്ദേശവുമാണ്. അവനതിനോട് സ്നേഹമുണ്ട്, അവനതിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു പ്രവൃത്തി സംഭവിക്കുകയുള്ളൂ, ഒരു നന്മ സംഭവിക്കുകയുള്ളൂ. എന്നാൽ അമ്മ അദമുൽ ഫിഅലി, ഒരു പ്രവൃത്തി ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്, ഒരു തിന്മ ഒരാളിൽ നിന്ന് ഉണ്ടാകരുത് എങ്കിൽ ആ ഉണ്ടാകാതിരിക്കുന്നത് എപ്പോഴാണ്? ഒരാൾ ഒരു തിന്മ ചെയ്യാതിരിക്കുന്നത് എപ്പോഴാണ്? ഫതാറത്തൻ യകൂനു ലി അദമി മുഖ്തളിഹി വസബ്, ചിലപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കും? അത് ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതിൻ്റെ കാരണവും അതിൻ്റെ തേട്ടങ്ങളും ഇല്ല എന്നുള്ള കാരണത്താലാകാം. ഒരാൾക്ക് ഒരു തിന്മ ചെയ്യാൻ, ഒരാളൊരു തിന്മ ചെയ്യാതിരിക്കുന്നത് അവൻ്റെ നാട്ടിൽ ആ തിന്മയില്ല, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള സാഹചര്യമില്ല എന്നുള്ള കാരണത്താലായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യണത്? ആ തിന്മ സംഭവിക്കാതിരിക്കുന്നത് അവനിൽ. വതാറത്തൻ, വേറെ ചിലപ്പോൾ യകൂനു ലി വുജൂദിൽ ബുഗ്ളി വൽ കറാഹത്തിൽ മാനിഅതി മിൻ, എന്തുകൊണ്ടായിരിക്കും ഒരാളിൽ നിന്നൊരു തിന്മ സംഭവിക്കാതിരിക്കുന്നത്? അവിടെ അത് അതിനോടുള്ള അതിശക്തമായ വെറുപ്പും വിദ്വേഷവും, അത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവനെ തടുക്കുന്നതായ വെറുപ്പുന്നുണ്ട് അവനിലുണ്ട്. അത് ആ പ്രവൃത്തി തിന്മ ചെയ്താൽ അതെന്ത് ചെയ്യും? എന്നെ നാശത്തിലകപ്പെടുത്തും. അത് അള്ളാഹു വെറുത്തിരിക്കുന്ന കാര്യമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത കാര്യമാണ്. ആ വെറുപ്പ് എന്ത് ചെയ്യുന്നു? ആ പ്രവൃത്തിയിൽ നിന്ന് അവനെ തടുക്കും. അപ്പോൾ ഒരു തിന്മ ഒരാൾ ചെയ്യാതിരിക്കണമെങ്കിൽ അതിന് രണ്ട് കാരണം ഉണ്ടാവും. ഒന്നുകിൽ എന്താണ് കാരണം? അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവൻ്റെ മുന്നിലില്ല, അത് ചെയ്യുന്നതിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അവിടെ ഇല്ല എന്നുള്ളതായിരിക്കാം ഒരു കാരണം. അതല്ലെങ്കിൽ എന്തായിരിക്കും? ഈ പറയുന്നത് വെറുപ്പായിരിക്കും, ആ തിന്മയോടുള്ളതായ വെറുപ്പായിരിക്കും. വഹാദാ മുതഅല്ലിഖുൽ അംരി വന്നഹി, ഈ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് എന്ത്? അമ്രും നഹിയുമായി, കൽപ്പനയും വിരോധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ പേരിലാണ് എന്ത്? പ്രതിഫലം നൽകപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വഹുവല്ലദി യുസമ്മ അൽ കഫ്, അതിനാണ് അൽ കഫ് എന്ന് പറയുന്നത്. അതായത് തിന്മയിൽ നിന്ന് ശരീരത്തെ എന്ത് ചെയ്യുക? പിടിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് ഇതാണ്. ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് പ്രേരകമായ ഘടകങ്ങളെമ്പാടുമുണ്ട്. പക്ഷെ അവനെന്ത് ചെയ്യുന്നില്ല. അവൻ്റെ മനസ്സിനെ, ശരീരത്തെ പിടിച്ചു മുറുക്കിയിരിക്കുകയാണ്. കാരണം എന്താണ്? ഈ പറയുന്നത് വെറുപ്പാണ്, അതിനോടുള്ള ദേഷ്യമാണ്. വഹു മുതഅല്ലിഖു സവാബി വൽ ഇഖാബ്, അതാണ് എന്ത്? ശിക്ഷക്കും അതേപോലെ തന്നെ രക്ഷക്കും ബാധകമായി അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പറയുന്ന രണ്ടാമത്തെ കാരണം കൊണ്ട് ഒരാൾ തിന്മ ഉപേക്ഷിക്കുമ്പോഴാണ്. വബിഹാദ യസൂലുൽ ഇഷ്തിബാഹു ഫി മസ്അലത്തി തർക്കി, അതുകൊണ്ട് തന്നെ ഈ ഉപേക്ഷയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട് ഉലമാക്കളുടെ ഇടയിൽ. അത് ഇവിടെ അവസാനിക്കുക. അതായത് ഒരാൾ ഒരു തിന്മ ഉപേക്ഷിക്കുക എന്നുള്ളതൊരു പ്രവൃത്തിയാണോ? അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തുണ്ട്? ഉലമാക്കളുടെ ഇടയിൽ ചർച്ചയുണ്ട്. ഒരാളൊരു തിന്മ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രവൃത്തിയാണോ? അതിൻ്റെ പേരിൽ അവന് പ്രതിഫലം നൽകപ്പെടുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ എന്തുണ്ട്? ചർച്ച. അപ്പോൾ ഈ മസ്അലയോടെ പ്രശ്നത്തിന് എന്ത് ചെയ്തു? പരിഹാരമായി. അതായത് വഹൽ ഹുവ അംറുൻ വുജൂദിയുൻ ഔ അദമിയുൻ, അതായത് തർക്ക് വുജൂദിയുണ്ട്, തർക്ക് അദമിയുണ്ട്. തർക്ക് വുജൂദി എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം അവൻ്റെ മുന്നിലുണ്ട്, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നില്ല? അതാണ് തർക്ക് വുജൂദി.
എന്നാൽ അത് ചെയ്യാനുള്ള സാഹചര്യമില്ല, അതിൻ്റെ ഒരു തേട്ടം അവൻ്റെ മുന്നിലില്ല, അത് തർക്ക് അദമിയാണ്. അപ്പോൾ തഹഖീഖു, അതിനെ ഉലമാക്കൾ എന്ത് ചെയ്തിരിക്കുന്നത്, തഹഖീഖ് ചെയ്തിരിക്കുന്നത്, ആ മസ്അലയെ ശരിയായി അതിന് പരിഹാരം കണ്ടിരിക്കുന്നത് ഇപ്രകാരമാണ്. തർക്ക് എന്നുള്ളത് എന്തുണ്ട്, രണ്ട് വിഭാഗമുണ്ട്. ഫത്തർക്കുൽ മുളാഫു ഇലാ അദമി സബബിൽ മുഖ്തളി അദമിയുൻ. അതായത് ഒരു കാര്യം ഒരാൾ ഉപേക്ഷിക്കുന്നു, എന്തിനാണ് അത് ഉപേക്ഷിച്ചതവൻ? അത് ചെയ്യാനുള്ള സാഹചര്യം അവൻ്റെ മുന്നിൽ ഉണ്ടായില്ല, അത് ചെയ്യുന്നതിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളൊന്നും അവൻ്റെ മുന്നിലില്ല, അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, ആ തിന്മയെ ഉപേക്ഷിച്ചത്. എന്നാൽ അത് തർക്കുൻ അദമിയാണ്. എന്നാൽ വൽ മുദാഫു ഇല സബബിൽ മാനിഇ മിനൽ ഫിഅലി വുജൂദിയുൻ, ആ തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവൻ്റെ മുന്നിലുണ്ട്, അതിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെല്ലാം അവിടെ ധാരാളം എമ്പാടുമുണ്ട്. എന്നിട്ടും അവൻ എന്ത് ചെയ്തു, കഫ് ചെയ്തു അവൻ്റെ മനസ്സിനെ, അവൻ്റെ ശരീരത്തെ അതിൽ എന്ത് ചെയ്തു, പിടിച്ചു വെച്ചു. അതിന് തർക്കുൻ വുജൂദി എന്ന് പറയും. അതിനാണ് എന്ത് നൽകപ്പെടുക, പ്രതിഫലം നൽകപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു അധ്യായമാണ് ഇമാം അവറുകൾ, അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു അധ്യായമാണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വ